അത് കാൽക്കുലേറ്റർ അടിക്കുക. ഇത് കണ്ട എൻ്റെ സെയിൽസ്മാൻമാരെല്ലാം എന്നെ നോക്കി ചിരിക്കാറുണ്ട്. പണ്ട് പഠിപ്പിച്ചാരെങ്കിലും വരുമ്പോ ആ പണ്ടത്തെ ശീലം ശീലം ഇപ്പോഴും മറന്നിട്ടില്ല. കണക്കിൽ പണ്ടേ വീക്കാം. പിന്നെ അക്കങ്ങൾ മനസ്സിൽ നിൽക്കൂല. എന്റെ എങ്ങനെയാ എന്റെ ബർത്ത്ഡേ അല്ലാതെ വേറെ ഒരാളുടെ ബർത്ത്ഡേ എനിക്കറിയില്ല. സത്യം എത്ര ആൾക്കാർ അടിയുണ്ടാക്കുന്ന അറിയാൻ എന്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ വിഷ് ചെയ്യണം, നീ ചെയ്യില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഓർമ്മയിലേക്ക്. അതൊരിക്കലും ആണുങ്ങളുടെ പ്രശ്നമല്ല കേട്ടോ. അല്ല തെറ്റല്ല. അല്ല അത് ഞാൻ ഇവിടെ പറയാം, എനിക്ക് എന്റെ വണ്ടി നമ്പർ ഇപ്പൊ നമ്മളൊരു ബെൻസ് ഉണ്ട്, ബൈക്കിട്ട് ഒന്നും നമ്പർ എനിക്കറിയില്ല. ഇന്ന് നമ്മളെ വീഡിയോ കണ്ട ഷിപ്പിലൊരാൾ പറഞ്ഞ് നിങ്ങളെ ബെൻസിപ്പാടെ ഇല്ലേ മറ്റേ ഈ നമ്പർ ഞാൻ പറഞ്ഞു എടാ നമ്പർ പറഞ്ഞ ശരിയാണെന്ന് കൊടുക്കാം. അപ്പൊ ഓർക്കറിയാം, ഓർക്കറിയൊക്കെ വീഡിയോ കണ്ടിട്ട്. നമ്മുടെ പോലീസ് ഇപ്പൊ രാത്രിയാകുമ്പോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കൈ കാണിക്കും. അതിപ്പോ അവരുടെ ഒരു പ്രോട്ടോകോളിലുള്ളതാണ്. ചുമ്മാ വേറെ ഒന്നുമില്ല, അഡ്രസ്സൊക്കെ ഒന്ന് പറയൂ, വണ്ടി നമ്പർ ഒന്ന് പറയൂ എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയെടുക്കും. അങ്ങനെ എപ്പോഴെങ്കിലും എഴുതിയെടുത്തിട്ടുണ്ടോ? ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മൊബൈൽ എന്നാലും ഫോട്ടോ എടുത്ത് നോക്കും. വണ്ടിൻ്റെ മൊബൈൽ ഫോട്ടോ വേറെ തന്നെ ഫോൾഡറിലുണ്ട്, ഫോട്ടോ അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇനി നമ്മുടെ ഇതിലെ സ്ഥാപനത്തിലേക്ക് ഒന്ന് പറയട്ടെ. ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ എന്താ പറയുക, അവിടെ പുതിയ പുതിയ ഡിസൈൻസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഡിസൈൻസ് ഉണ്ടോ? നമ്മൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണ വില കൂടിയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് എന്തൊക്കെയുള്ള എല്ലാം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം വില കൂടിയല്ല, പിന്നെ ജനങ്ങൾക്കെല്ലാം ലൈറ്റ് വെയിറ്റിനോട് താല്പര്യം. അതുകൊണ്ട് ഞാൻ ഹെവി വെയിറ്റ് ഒക്കെ മാറ്റി ജ്വല്ലറിയിൽ മൊത്തം ലൈറ്റ് വെയിറ്റ് ആക്കി. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കുന്ന വെച്ചാൽ ഈ 18 ക്യാരറ്റ് അതാണ് അത്യാവശ്യം വില കുറവാണ്. അതുപോലെ 40 ക്യാരറ്റ് ഉണ്ട്, 9 ക്യാരറ്റ് 9 ക്യാരറ്റിന്റെ വരെ സ്വർണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇപ്പം ലൈറ്റ് വെയിറ്റ് മാത്രമാണ് കൂടുതൽ. അപ്പോൾ എനിക്കത് ഇന്നലെ വന്ന ഡൽഹിയിൽ നിന്നാണ് വന്നിരുന്നു മോളെ കല്യാണത്തിന് സ്വർണ്ണമായ. അപ്പോൾ അവരവന് ഡൽഹിയിലേക്ക് അയച്ചു തരുമെന്ന് വെച്ചു. അപ്പോൾ കൊറിയറിൽ അയക്കുമ്പോൾ ഡൽഹി എത്തണമല്ലോ, കുറച്ച് തൂക്കമുണ്ട്, 5-8 പവനുണ്ട് 9 പവനുണ്ട്. ഞാനൊക്കെ അവർക്കൊരു പേടി, ഇത് പയ്യ അവസാനം ഫ്ലൈറ്റിൽ അവരെ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ ആക്കിയിട്ട്. അപ്പോൾ അവരും പറഞ്ഞു നമ്മൾ ഇങ്ങനത്തെ മോഡൽ എവിടെയും കണ്ടിട്ടില്ലല്ലോ, നല്ല കാഴ്ച ഉണ്ടല്ലോ. അവർക്ക് ഭയങ്കര അത്ഭുതം. എനിക്കൊന്ന് ഡൽഹിയിലില്ലാന്ന് തോന്നുന്നു, കേരളത്തിൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഷോപ്പുകൾ ഉണ്ട്, ഇവിടുത്തെ അറിയാത്തോണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ എന്നാലും ഇതിപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് എന്തായാലും സ്വർണ്ണത്തിനൊക്കെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഒരു സാധാരണക്കാരന് ഒരു കല്യാണത്തിനാണെങ്കിലും നമ്മളെല്ലാവരും എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആലോചിക്കുക, കനം കുറഞ്ഞാലും ഇത്തിരി കാണുമ്പോൾ നല്ലൊരു ഇതാണ്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കറക്റ്റ് നമ്മുടെ ഷോപ്പിൽ സെറ്റ് ചെയ്തിട്ട് ധൈര്യമായിട്ട് വന്നു, ധൈര്യമായിട്ട് അല്ലേ, ഒന്നും നോക്കണ്ട. അല്ല അത് ചോദിച്ചിട്ട് അവർ പല ആൾക്കാരും വരുന്നത് അതാ ലൈറ്റ് വെയിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവരും വരുക. ഞാൻ പറഞ്ഞില്ലേ ഈ 60-70 കിലോമീറ്റർ ദൂരം നിന്നുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചു, നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് വേണം നിങ്ങളെല്ലാം കാണണം, സ്വർണ്ണം എടുക്കണം എന്ന് മറ്റേന്ന് വിളിച്ചേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷോപ്പിൽ അത്ര സെലക്ഷൻ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ് നിങ്ങളത് നമ്മൾ ചെറിയ ഷോപ്പാണ്, നിങ്ങൾ ഇത്ര ദൂരത്ത് നിന്ന് വരുമെന്നും വേണ്ട. കുഴപ്പമില്ല, ഇപ്പം നമുക്ക് വന്നിട്ട് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ആക്കി വെച്ച് നമ്മൾ നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് വേണ്ടപ്പോൾ നിങ്ങൾ അത്ര ദൂരം നിന്ന് വന്നിട്ട് ഇതാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരണ്ട. അല്ല എന്നാലോ അല്ല തിരുവനന്തപുരത്ത് ഫാമിലി ആയിട്ട് വരുമെന്ന് വെച്ചാൽ അവർക്കിത് മുതലാവണം. ഒന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണ പാർട്ടിക്ക് നമ്മളിപ്പോൾ തിരുവനന്തപുരം ഒരുപാട് ജ്വല്ലറി അവിടെ 3% 4% കൊടുക്കാൻ ആളുണ്ട്. ഇവിടെ വന്നാൽ എനിക്ക് അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ബസ്സിൻ്റെ ചിലവടക്കം കൊടുക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അത് അവർക്ക് നഷ്ടം വരുമല്ലോ. അവിടെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഞാൻ വരാൻ പറ്റില്ല. അല്ല ഇതിപ്പോ ഒരു ലാഭമില്ലെങ്കിലും ചെന്നൈന്ന് വെച്ചാലും വരാനാണ് ഒരുപെട്ട ആൾക്കാരൊക്കെ പറയാ. കച്ചവടം നടക്കണ്ടല്ലോ, ഇത് വരണ്ടെന്ന് പറയും. അല്ല അത് നഷ്ടമാണ് അവർക്ക്, അതുകൊണ്ട് വരണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പൊ വിളിക്കാണ്ട് ആള് വരൂ. പിന്നെ എങ്ങനെ വിളിച്ചാ വരണ്ടെന്ന് പറയൂലേ? അവര് നിങ്ങളെയും കൂടി ഒക്കെ ഒന്ന് കാണണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളില്. അല്ല ഇപ്പം പിന്നെ വരുന്നവരോട് ഞാൻ പറയും വന്നോന്ന് പറയും. എന്നാലും നമ്മൾ മാക്സിമം കുറച്ചിട്ട് പിന്നെ ഇപ്പൊ സാധനം നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പം എന്തായാലും ഒരു പ്രാവശ്യം വന്നാൽ രണ്ടാമത് വരണോ. ഇത് ആദ്യം ചില കല്യാണ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വള എല്ലാ അളവിലും ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അതല്ല ചിലപ്പോൾ ചില ആൾക്കാർ വരണമുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആക്കണം, പെരീത മോതെല്ലാം തീർച്ചയായും ആക്കുന്നെ വേണം. അത് ഒരാഴ്ച സമയം വരെ 2 ദിവസം സമയമാണല്ലോ. അപ്പോൾ ഇപ്പം വരുന്നവരെല്ലാം വരും. നമ്മൾ സാധനം എല്ലാം ഓർഡർ ആക്കി ഇപ്പോൾ ടാബിലെല്ലാം ഡിസൈൻസ് ഉണ്ടാവും. അതിപ്പോൾ ഏത് മലബാർ ഗോൾഡിൽ എവിടെ പോയില്ലെങ്കിൽ തന്നെയാണ് അവരെ ഡിസൈൻസ് എല്ലാം കാണിക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് സെലക്ട് ചെയ്യുക, ആ ഏത് രൂപത്തിലുണ്ടെങ്കിൽ വെച്ച് നമ്മളത് പിന്നെ അത് അയച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആ ഒരു സംവിധാനം ഇപ്പം നമ്മൾ അതേ രീതിയിൽ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറയും വന്നോ, നിങ്ങൾ ഏതോ വെച്ച് സെലക്ട് ചെയ്തോ നോക്കിയിട്ട് അങ്ങ് പോയിക്കോ, നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു തരാം എന്നുള്ള രീതിയിലേക്ക് കാര്യമായി. എന്നാലും അവർക്ക് വണ്ടി പൈസ ഒക്കെ അവർക്ക് കിട്ടുന്ന രീതിയിൽ ഡിസ്കൗണ്ട് ആയി കൊടുക്കുക. അവർക്ക് വന്നതല്ല, പക്ഷെ അവർക്ക് അത് വിഷയമല്ല. അവർ പിന്നെ നമ്മളെ
കാണാന്നുള്ളൊരു രീതിയാണ് നമ്മൾ ഷോപ്പില് അഭിനയിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് കാണാൻ ഒരു അത്രയും സെൽഫി എടുക്കാന്നുള്ള രീതിയിലൊക്കെയാണ് ആള്. എനിക്കതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത് ഒന്ന് നമ്മുടെ കണ്ണൂർ സ്ലാങ്ങിന്റെ ഒരു ആ ഒരു രീതിയുണ്ട് സംസാരം, അത് ഭയങ്കര രസവും. ചില സംസാരങ്ങൾ ചിലവരെ ഭയങ്കരമായിട്ട് ഹൈപ്പാണ്. എല്ലാവരും കണ്ണൂർ സ്ലാങ്ങിനാ പറയല്. എൻ്റെ ഇതിൽ പറയുന്നത് നിങ്ങളെ സ്ലാങ് നല്ല രസമുണ്ട്, അത്യാവശ്യം എല്ലാവരും പറയലുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കണ്ണൂർ തന്നെ ആയതുകൊണ്ട്, കണ്ണൂരല്ലേ കണ്ണൂരാണ്ട് പിന്നെ ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല. പക്ഷെ വേറെ സ്ഥലങ്ങളിൽ പോയപ്പോൾ നമ്മുടെ ഭാഷ കേട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ലാങ് കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ടോ ആരെങ്കിലും? ഇതെന്താ പറയണേ? ചില ആള് പറയും കുറച്ച് വൈകിട്ട് കമന്റ് നിങ്ങളോട് കുറച്ച് സ്ലോയിൽ പറയണം, സ്പീഡ് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ല. ഈ ചില വാക്കുകൾ തന്നെ ഭയങ്കര വ്യത്യാസമില്ലേ? അതുണ്ട്. പിന്നാമ്പറം എന്ന് പറയുന്നത് ബയ്യപ്പുറം എന്നാ കണ്ണൂർ പറയാ അല്ലെ? ബയ്യപ്പുറം അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങൾ. ബാക്കിലെന്ന് പറയാം അല്ലേ? ബാക്കിൽ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയപ്പോ നമ്മൾ എന്തെങ്കിലും ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, നമ്മൾ എവിടെയും പോകുന്നില്ല. നമ്മൾ ഈ കണ്ണൂർ വിട്ട് വന്ന പരിപാടിയില്ല. എത്രയോ കാലം ഈ കൊച്ചിയില് നമ്മള് ഞായറാഴ്ച അങ്ങനെ ഒരു കണ്ണൂർ ചുറ്റോടത്തൊരു കറക്കം, അല്ലാണ്ട് ദൂരെ പോകുന്ന പരിപാടി കോഴിക്കോട് ഒന്നുമില്ല, കണ്ണൂർ വിട്ട് പോകില്ല. എന്നോട് കണ്ണൂരിലെ അമ്പലത്തിൽ പോയപ്പോ പ്രസാദം തന്നിട്ട് ആ എല്ലാം എടുത്തിട്ട് അവിടെ തുള്ളുന്ന് പറഞ്ഞു. അല്ല അവിടെ ചാടുന്നു ചാടുന്നു അവിടെ ചാടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളയാ അവിടെ ഇട്ടോ എന്ന് പറയുന്നതിനല്ലേ ചാട്. എല്ലാം എടുത്ത് അവിടെ ചാടിക്കുക എന്ന് പറഞ്ഞിട്ട് പോയിരിച്ചത്. ഞാൻ ഇത് ഇവിടുത്തെ ആചാരമായിരിക്കും. ഞാൻ എനിക്ക് നിൽക്കുക ഇത് അവിടെ ചാട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ നിന്നിട്ട് ഞാൻ പതുക്കൊന്നും ചാടി. അപ്പൊ ഇതെന്റെ ഫ്രണ്ട് കണ്ടു. അപ്പൊ എന്താ ചാടാൻ പറഞ്ഞ ഇത് പിടിച്ച് ചെറുക്കനെ തുള്ളി. ഞാൻ പയ്യൊന്നും ഇവിടെ ചാടാന്ന് പറഞ്ഞ തുള്ളാന്ന് പറഞ്ഞ അല്ലേ? എനിക്ക് പേടിയായി. ഞാൻ സത്യം ഞാൻ ഇനി ഇവിടുത്തെ ആചാരമായിരിക്കും. അത് അവിടെ ഇത്തിരി ഒച്ച കൂട്ടിയിട്ടല്ലേ പറയാ, അതവിടെ ചാടിക്കളാം. ചൂടാ ദേഷ്യപ്പെടായിരിക്കും. പിന്നെ ഇതേപോലത്തെ കുറെ സംഭവങ്ങളെ ഭാഷ വരുന്നുണ്ട്, കുറെ ഉണ്ട്. പക്ഷെ നമുക്ക് അനുഭവങ്ങൾ ഇല്ല, കാരണം നമ്മള് കണ്ണൂർ വിട്ട് പുറത്തു പോകും. പക്ഷെ വീട് കണ്ട ആൾക്കാർ പറയും നിങ്ങള് എന്താ പറയുന്നത് മനസ്സിലാക്കാൻ എന്നെല്ലാം പറഞ്ഞിട്ട് കമന്റിൽ വരും. എന്തായാലും അടിപൊളി. ഇനിയും കൂടുതൽ കണ്ടന്റുകളൊക്കെ ഇതുപോലെ ചെയ്യാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ 25 വർഷമായിട്ടുള്ളൊരു സ്ഥാപനം ഒരു സൈഡിലുണ്ട്. അത് വളരെ നല്ല രീതിയിൽ, കാരണം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ പറയാം. കാരണം അതിലെ കമന്റുകളൊക്കെ നോക്കുമ്പോൾ അറിയാം, ഒരു ഗോൾഡ് എടുക്കണമെങ്കിൽ നേരെ വേറെ ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരവസ്ഥ ജീസൻസിൽ വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അതിലൊരു സൈഡിൽ നിങ്ങളുടെ ഈ വീഡിയോസും കൂടി അതിനെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അല്ല, വീഡിയോസ് കണ്ട ആൾക്കാർ എന്നെ അത് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നതും ഇപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ വിദേശത്തുള്ളവരാ, മലയാളികൾ. ഇപ്പോൾ അയർലൻഡ്, സിഡ്നി, ഗൾഫ്, അമേരിക്ക, അങ്ങനെ ദൂരം നിന്നല്ല നാൾ വിളിക്കുക. നാട്ടിലുള്ളവരായിരിക്കും, പക്ഷെ ആണുങ്ങൾ പുറത്താണല്ലോ. അപ്പോൾ അവർ ഭാര്യമായിട്ട് പറയും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് വിറ്റാൽ മതി, വാങ്ങുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മതി എന്നിട്ട് ആൾക്കാർ വരുന്നേ. അപ്പോൾ അതെല്ലൊരു കാരണം നമ്മളെ വീഡിയോനെ കൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അതിൽ അവർക്ക് വിശ്വാസം. അവർ പറഞ്ഞ് ഞാൻ പറയും നിങ്ങൾ ചിലപ്പോൾ ദൂരം നിങ്ങൾ അവിടെ എവിടെയെങ്കിലും വിറ്റോ, അതല്ലേ ലാഭം എന്ന് പറയും. അപ്പോൾ പറയും നമുക്ക് നമ്മുടെ സാധനം വിൽക്കാൻ ഒരു വിശ്വാസം കുറവുണ്ട്, നിങ്ങളുടെ ആകുമ്പോൾ ധൈര്യത്തിൽ വിൽക്കാൻ ആ ഒരു ആൾക്കാർ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഭാഗത്ത് മാക്സിമം ഒരു തരി അവർക്ക് നഷ്ടം വരാത്തുള്ള രീതിയിൽ നമ്മൾ പിന്നെ ചെയ്യണമല്ല. അപ്പോൾ ആ രീതി തുടർന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നടന്നു പോകുന്നത് തട്ടുമുട്ടില്ലാണ്ട്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ പോട്ടെ. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം ഈ ഗോൾഡ് നമുക്ക് വിൽക്കാൻ തരുന്ന ഒരു ഓപ്ഷനില്ലേ, ചില സ്വർണ്ണങ്ങളുണ്ട് പാരമ്പര്യമായിട്ട് കൈമാറിപ്പോരുന്ന ചില ആഭരണങ്ങളുണ്ട്. ചിലപ്പോൾ മുത്തശ്ശിയുടെ ആവാം. അങ്ങനെ വന്നതിൽ നമ്മൾ കണ്ടിട്ടൊരു അമൂല്യമായിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു ഗോൾഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കയ്യിൽ വന്നിട്ടുണ്ടോ? ചില നല്ല ആഭരണങ്ങൾ കാണാൻ ഞാൻ പറയും ഒന്നും ആയിട്ട് പൊട്ടിയിട്ടൊന്നും ഇവിടെ പൊട്ടുമില്ല, അത്ര നല്ല സ്ട്രോങ്സ് ആണ്, നല്ല സ്റ്റൈലെല്ലാം ഉണ്ടാവും. ഞാൻ പറയും ഇത് കളയണോ വിൽക്കണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെങ്കിൽ പഴയ മോഡൽ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല, എല്ലാം പുതുതിലേക്ക് വന്നല്ല. അത് അവർ മാറ്റം തന്നെ ചെയ്യുക, മാറ്റാണ്ടൊക്കെ ഒന്നുമില്ല. ഇനി ഈ ട്രെൻഡ് ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. അല്ല, അത് അങ്ങനെയുള്ള മോഡലുകളാണ്. ചില ഈ പ്രായമുള്ളവർ ഇടുന്ന പോലത്തെ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ഈ ട്രഡീഷണൽ സാധനമല്ല, കുറെ കൂടി ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. പണിത്തരെല്ലാം വെച്ചാൽ ഭയങ്കര പണിത്തരലായിരിക്കും, പക്ഷെ ഇന്നാരും അത് ഉപയോഗിക്കൂല. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കട്ടെ, ഈ നേരത്തെ പേടിയുടെ കാര്യം പറഞ്ഞതാ, വന്ന കസ്റ്റമേഴ്സ് പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുക, വിടുക എന്നുള്ളതാണ്. ചിലർ ഭയങ്കര ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുകയാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഇല്ല, ഇതുവരെയായിട്ട് അങ്ങനെ ദേഷ്യപ്പെടുന്ന ആൾക്കാരൊന്നും വീണ്ടും പേടി. ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഇനി ഇങ്ങനെയൊക്കെ വരുമോ, ആ ടെൻഷൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ
എന്താ പറയുക, ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഇത് ഇതേപോലെ തന്നെ തുടർന്ന് മുമ്പോട്ട് ഈ കോംബോയിൽ വേറെ 3 പേര് അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഫുൾ പാക്ഡ് ആയിട്ട് അങ്ങോട്ട് പോട്ടെ, ഇതേപോലെ തന്നെ കണ്ടന്റുകൾ വരട്ടെ, വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് കാണുന്ന നിങ്ങളുടെ കണ്ടന്റ് കാണുന്ന മലയാളികൾക്ക് എന്നും നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ചെല്ലട്ടെ. അതുപോലെ സ്ഥാപനങ്ങൾക്കും ഒരുപാട് ആശംസകൾ. ഇങ്ങനത്തെ സ്ഥാപനങ്ങളും ഇങ്ങനത്തെ മുതലാളിമാരുമാണ് ഈ സമൂഹത്തിൽ വേണ്ടത്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഷോയിലേക്ക് വന്നതിലും നമ്മളോട് സംസാരിച്ചതിലും. താങ്ക് യു. ശരി സാർ.